അച്ഛൻ്റെയും അമ്മയുടെയും കലഹത്തിനിടെ മുറിവേറ്റ ബാല്യം. അതിനിടെ അവർ വിവാഹമോചനം നേടിയപ്പോൾ അമ്മയ്ക്കൊപ്പം പോകാനാണ് കോടതി വിധിച്ചത്. എന്നാൽ അമ്മയുടെ കാമുകൻ ഇടയ്ക്കിടെ വീട്ടിലെത്തുന്നത് ആ കുരുവിന് ഇഷ്ടപ്പെട്ടില്ല. അതവൻ തുറന്നു പറഞ്ഞതോടെ തിരുവനന്തപുരം കഴക്കൂട്ടത്തെ ആ 5ാം ക്ലാസ്സുകാരനെ അമ്മയും ആൺ സുഹൃത്തും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു. 10 വയസ്സുകാരനെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് മർദ്ദിക്കുകയും ചൂരൽ കൊണ്ട് അടിക്കുകയും ചെയ്തതാണ് പരാതി. പോത്തൻകോട് സ്വകാര്യ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ കയ്യിലും കാലിലും മുറിവുകളും അടിയേറ്റ പാടുകളുമുണ്ട്. കുട്ടിയുടെ പിതാവിൻ്റെ പരാതിയിൽ കഴക്കൂട്ടം പോലീസ് ഇരുവർക്കുമെതിരെ കേസെടുത്തു. തിരുവനന്തപുരം കഴക്കൂട്ടത്താണ് സംഭവം. ട്യൂഷന് പോകാത്തതിന് 12 വയസ്സുകാരനെ അമ്മയും ആൺസുഹൃത്തും ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയും ചൂരൽ കൊണ്ട് അടിച്ചു മുറിവേൽപ്പിക്കുകയും ചെയ്തതായാണ് പരാതി. പോത്തൻകോടുള്ള സ്വകാര്യ സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ കുട്ടി അച്ഛൻ താമസിക്കുന്ന മങ്ങാട്ടുകോണത്തെ വീട്ടിലെത്തിയാണ് വിവരം പറഞ്ഞത്. തുടർന്ന് പിതാവ് കുട്ടിയെ തിരുവനന്തപുരം മെസ്സേറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി. ഇതിനുശേഷം കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും ചെയ്തു. കുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ഭർത്താവുമായി പിരിഞ്ഞ ചെമ്പഴന്തി ആനന്ദേശ്വരത്ത് വാടകയ്ക്ക് താമസിക്കുന്ന യുവതിയും സുഹൃത്ത് പ്രണവും ചേർന്ന് കുട്ടിയെ മർദ്ദിച്ചെന്നാണ് പരാതി. വിദ്യാർത്ഥിയുടെ കൈയിലും കാലിലും മുറിവുകളും അടിയേറ്റ പാടുകളുമുണ്ട്. നിലത്ത് വീണ കുട്ടിയെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് വീണ്ടും മർദ്ദിച്ചെന്നും പരാതിയിൽ പറയുന്നു. അമ്മയുടെ സുഹൃത്തിനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞത് ഇവരെ പ്രകോപിതരാക്കിയെന്ന് കുട്ടി പറയുന്നുണ്ട്. മുൻപും സമാനമായ രീതിയിൽ ഇരുവരും കുട്ടിയെ ഉപദ്രവിച്ചെന്നും പരാതിയിലുണ്ട്. സംഭവത്തിൽ കഴക്കൂട്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ബാലാവകാശ കമ്മീഷനും പരാതി നൽകാനാണ് പിതാവിന്റെ തീരുമാനം.